സംസാര മധ്യേ ഇന്ന് കേരളത്തിൽ ഒരു പ്രഗത്ഭനായി ഇന്ന് മരിച്ചിട്ടില്ല ഒരു സംഘടനാ നേതാവ് പറയാ, എൻ്റെ സ്വർഗം അവിടെ ഉറച്ചിട്ടുണ്ടാവും. ഞാൻ ഈ സ്ഥാനത്ത് വെറുതെ എത്തിയതല്ല, ഞാൻ ചെറുപ്പം മുതലേ നോട്ടീസ് ഒട്ടിച്ച് നട്ടപ്പാതിരൊക്കെ നോട്ടീസ് ഒട്ടിച്ച് കയറി വന്നതാ. അങ്ങനെയാണ് ഞാൻ ഇന്ന് ഈ സ്ഥാനത്തെത്തിയത്. എൻ്റെ സ്വർഗം അവിടെ ഉറച്ചിട്ടുണ്ടാവും. അതിനാ വിഡ്ഢികളുടെ സ്വർഗം എന്ന് പറയും. അങ്ങനെയുണ്ടല്ലോ ഒരു സ്വർഗം. അല്ലാഹു കാക്കട്ടെ. അതൊന്നും നടക്കൂല. നിങ്ങൾക്കറിയോ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജിലാനി കരഞ്ഞാ മരിച്ച്? എന്ത് പറഞ്ഞോ? അതെഴുതിയ 1 ഡസനിലേറെ കിതാബ് ഞാൻ കണ്ടിട്ടുണ്ട്. കരഞ്ഞു മരിച്ചു. കരഞ്ഞിട്ട് ആര് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജിലാനി. ഞങ്ങൾക്ക് അതിനപ്പം കേൾക്കുന്നത് 40 വള് പറഞ്ഞോർ നന്നായി 90 കലം ഇരുന്നോർ. ആരാവര് നല്ല വേറും ഐഷാത്തോ ലുദോരുവാലെ 40 സുബഹത്തോളൂടോറേ. എന്നിട്ടാണടാ കരിഞ്ഞു വെച്ച്. റബ്ബേ അവസ്ഥ എന്താ ഒന്ന് ആലോചിച്ച്. നേതാവ് മുഹമ്മദ് മുസ്തഫ വലിയ നേതാവിലേക്ക് എത്തിച്ചു കൊടുത്തു സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം. ഇവരാണ് വിജ്ഞാനം. അവർക്കൊരു ഫാത്തിഹ ഓതിയിട്ട് പോരണം വരുന്നത്. എന്നിട്ട് ദിക്റോ സ്വലാത്തോ ചൊല്ലി പോരുക. ഇവിടെ വന്നിരുന്നിട്ട് ഈ പ്രസംഗത്തിനിടയിൽ ദുആ ചെയ്താൽ പോലും ഉത്തരം കിട്ടും. കിട്ടിയവരുണ്ട്. അപ്പോൾ അടുത്തിരിക്കുന്ന ആളുകൾ ആമേൻ പറയും. അത് ജിന്നുകളുണ്ടാകാം. ജിന്നുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. മലക്കിനെ ഞാൻ പറയുന്നില്ല, അതെനിക്കറിയില്ല. അതുകൊണ്ട് ഇതൊന്നൊരു തമാശയെ മനസ്സിലാക്കേണ്ട. ലോകം അവസാനിക്കാൻ പോവാണ്. ലോകത്തെ അവസാനത്തെ അത്താണികളാണ് ഈ കാണുന്നത്. ഓക്കെ, നിസ്സാരമായി കാണണ്ട. അവരിൽപ്പെട്ട മഹത്തുക്കളായ ആളുകൾ കൽപ്പിച്ചതിന് അടിസ്ഥാനത്തിലാണ് എൻ്റെ വീട്ടിലൊരു മജ്‌ലിസ് ഞാൻ ആരംഭിച്ചത്. ഈ വരുന്ന 12-ാം തീയതി 3ാമത്തെ മജ്‌ലിസാണ്. ഞാൻ ആരോടും പറയും അവിടെ വന്നിരുന്ന് ദുആ ചെയ്തോളി. എന്തുകൊണ്ട്? അതിൻ്റെ ആൾ ഞാനല്ല, അതിൻ്റെ ആൾ വേറുള്ളവരാണ്. അതിലുത്തരം ഉണ്ടാവും. എന്തുകൊണ്ട്? അവർ അള്ളാഹിൻ്റെ ആരിഫ്യങ്ങൾ വരും. അള്ളാഹ്ക്ക് എപ്പോഴും ഉണ്ട്. അള്ളാഹിൻ്റെ ആരിഫ്യങ്ങൾ കൂടാനും എപ്പോഴും. ജിന്നുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു മഹാനോട് ഒരിക്കൽ 2 കൊല്ലം മുമ്പ് ഞാൻ ചോദിച്ചു, ഇപ്പോൾ ജീവിക്കുന്ന സ്വഹാബികൾ എത്രയുണ്ട്? അപ്പോൾ പറഞ്ഞു, കുട്ടിയെ നിങ്ങളൊരു കടലാസും പെന്നും കൊണ്ടിരിക്കുക, എന്നിട്ട് 3 ദിവസം ഞാൻ പറയാം നിങ്ങൾ എഴുതിയെടുക്കുക, എന്നാലും തീരൂല. ഇതൊക്കെ നിങ്ങൾക്കൊരു തമാശയെ തോന്നും. എന്തിനത് പറഞ്ഞത്? അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ സ്വഹാബികൾ അത്രയുണ്ട്. ജിന്നുകൾ മരിക്കാത്തവർ ഇന്നും ജീവിച്ചിരിക്കുള്ളൂ. മലക്കുകൾ മാത്രമൊന്നുമല്ല, അള്ളാഹ് ഇബാദുണ്ട്. അള്ളാഹിൻ്റെ ഇബാദാണ് ഇതൊക്കെ നിയന്ത്രിക്കുന്നത്. അള്ളാഹ്ക്ക് നിയന്ത്രിച്ചൂടെ? പക്ഷെ അള്ളാഹു തആല രാജകീയ ശൈലിയ. ഇപ്പം മഴ പെയ്യിപ്പിക്കണം എന്തിനാ ഒരു മലക്ക് മീക്കായിൽ? അള്ളാഹ്ക്ക് വിചാരിച്ചാൽ പോരെ. ഇൽമ ഇറക്കി കൊടുക്കാൻ എന്തിനാ ഒരു ജിബ്രീൽ? അള്ളാഹ്ക്ക് വിചാരിച്ചാൽ പോരെ. റസൂലുള്ളാഹിൻ്റെ ഖൽബിൽ ഇൽമെടുത്തൂലേ? അള്ളാഹിൻ്റെ ശൈലിയാണ്. റൂഹിനെ പിടിക്കാൻ ഒരുത്തൻ കൊല്ലം മരിക്കട്ടെ എന്ന് വിചാരിച്ചാലൊക്കെ ഡേറ്റിന് അങ്ങനെ മരിച്ചു പോയില്ലേ? എന്തിനാ ഒരു അസ്രായീൽ മലക്കുൽ മൗത്ത്? എന്തിനാ സൂറും പിടിച്ച് നിൽക്കാൻ ഒരു ഇസ്രാഫീൽ? അള്ളാഹു തആല അള്ളാഹിൻ്റെ ശൈലികളാണ്. എന്നതുപോലെയാണ് ഔലിയാക്കന്മാർ. അവർ മനുഷ്യരിലുള്ള ഔലിയാക്കന്മാരുണ്ട്, ജിന്നുകൾ ഔലിയാക്കന്മാരുണ്ട്. അവർ സത്യം പറയൂ, അവർ സത്യം ചെയ്യൂ. അവരാണ് നമ്മുടെ നേതാക്കന്മാർ. അവരെ വഴിയിൽ നമ്മൾ പോകണം. ഇൻസിലും ജിന്നിലും പെട്ട മഹാന്മാർ കടന്നുപോയ വഴി പോകണം. അതാണ് സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം. ഇതൊക്കെ സത്യമാണ്. യാതൊരു എള്ളോളം പൊള്ളില്ല. അള്ളാഹു തആല നമ്മളൊക്കെ നന്നാക്കി തരട്ടെ. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ഓരോരുത്തരും മജ്‌ലിസിനെ ഇഹ്തിറാം ചെയ്താൽ പോലും, ആ മജ്‌ലിസിനെ ഇഹ്തിറാം ചെയ്താൽ മതി. എന്നാൽ പോലും അള്ളാഹു അവൻ്റെ മുഖറബീങ്ങളിൽ പെടുത്തും. ഒരു മജ്‌ലിസിൽ നിന്ന് കുരുത്തക്കേട് വാങ്ങിയാൽ പിന്നെ ഒരു മജ്‌ലിസിനും കുരുത്തുണ്ടാവില്ല. എന്തുകൊണ്ട്? ഒരു വലിയൊരാളെ വെറുത്താൽ ലോകത്തെ മുഴുവനും ഔലിയാക്കൾ അയാളെ വെറുക്കും. അവരൊക്കെ ഒറ്റ അഷബക്കത്തുൽ ഇലാഹിയ, അവർ ഇലാഹി നെറ്റ്വർക്കാണ്. ഒറ്റ ഒന്നാണ്. മൊയ്‌ദീൻ ഷെയ്ഖിനെ ഒരാൾ വെറുപ്പിച്ചാൽ റിഫായി ഷെയ്ഖ് സ്വീകരിക്കൂല. ഒരാളും സ്വീകരിക്കൂല. സിദ്ദീഖുൽ അക്ബറിനെ വെറുപ്പിച്ചാൽ ലോകത്തൊരു മുഅ്മിനും അയാളെ സ്വീകരിക്കൂല. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. മനസ്സറിഞ്ഞാമേ പറയും. അള്ളാഹു തആല തൗഫീഖ്. ഇതൊക്കെ ഉള്ള ചിന്തിച്ചോളി. വിചാരിച്ചൊന്നല്ല. ഇവരൊക്കെയാണ് ഈ ലോകം നിയന്ത്രിക്കുന്നത് എന്ന് കയറിയിരിക്കും. ഇവരൊക്കെയാണ് ഈ ലോകം നിയന്ത്രിക്കുന്നത്. ഇന്നത്തെ കുറച്ച് രാഷ്ട്രീയക്കാരും മൂല്യന്മാരും തങ്ങന്മാരും ഒക്കെയാണ് പറഞ്ഞത് ഈ ലോകം നിയന്ത്രിക്കുന്നത് എന്ന വിഡ്ഢിത്തം പണ്ടിൻ്റെ തലയിലുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഒഴിവാക്കി. ഇവരൊന്നൊന്നുമല്ല. അള്ളാഹ് തദ്ബീറുണ്ട്. അതിൻ്റെ അടുത്ത് അവർ മോശമാണെന്നും അല്ല നല്ലവരാണെന്നൊന്നും എനിക്കറിയില്ല. അവരെ മോശം നല്ലോ നോക്കാൻ, അവരെ അടുക്കളയ്ക്ക് പാളി വെക്കാൻ ഞാനില്ല. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖിനെ അവലംബിച്ച് മുന്നോട്ട് പോയിക്കോളി. ലോകം അവസാനിക്കാനായി.
തലയെ കെട്ടിയ മൂല്യന്മാർ അള്ളാഹ്ക്കെതിരെ പ്രസംഗിക്കും. ഇനി കണ്ടോളി, തലയെ കെട്ടിയ മൂല്യന്മാർ തലയെ കെട്ടി പ്രസംഗിക്കും. അല്ലല്ലാണ് പള്ളം നിറച്ച് 1, 2, 3, 4 അല്ല മൂല്യന്മാരറിഞ്ഞ തലയെ കെട്ടി അല്ലല്ലാണ് ഖുർആൻ വെച്ച് പ്രസംഗിക്കും. അത് നിങ്ങൾ കേൾക്കേണ്ടി വരും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അതൊക്കെ ഇവിടെ നടക്കും. അതെല്ലാം ഇവിടെ നടക്കും. നിരീശ്വരവാദികളായ തങ്ങന്മാർ രംഗത്ത് വരും. നിങ്ങൾ എഴുതിച്ചൊളി. നിങ്ങൾ നാളെ പറഞ്ഞു പോലെ തങ്ങന്മാർക്കെതിരെ പറഞ്ഞടാ എൻ്റെ വാപ്പാൻ്റെ അവിടെ നിന്നാണോ എനിക്ക് ചിലവ്? എൻ്റെ വാപ്പാൻ്റെ അവിടെയാണ് എൻ്റെ റേഷൻ കാർഡ്. നിരീശ്വരവാദികളായ മൂല്യന്മാരും തങ്ങന്മാരും രംഗത്ത് വരും. ഇനി ആ കാലണിഞ്ഞ് വരാൻ പോണത്. അള്ളാഹുവിൽ അഭയം തേടിക്കൊള്ളി, എന്നാൽ രക്ഷപ്പെടും. മുൻഗാമികളെ പിൻപറ്റിക്കൊള്ളി. അള്ളാഹു നമ്മളെ തൗഫീക്ക് തരട്ടെ. അള്ളാഹു തല ഇതൊക്കെ അർത്ഥം ഞാൻ വലിയ നമ്മളെക്കോൾ താഴെയുള്ള ആളാണ്. ഇത് ഞാൻ എൻ്റെ വിശ്വാസമാണ്, ഞങ്ങളെ ഭർത്താനല്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ നിങ്ങളുടെ ക്രൂസ് ഇറക്കണം? അല്ല, നിങ്ങളെക്കാൾ താഴെയുള്ള ആളാണ് ഞാൻ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഉറപ്പ്, സംശയമില്ല. ഉറപ്പിനല്ലേ? ഞാൻ എൻ്റെ പുരയിൽ ഇന്ന് വന്നത് AC കാറിലാണ്. നിങ്ങളിൽ പലരും സുബൈ നിസ്കരിച്ച് പാഞ്ഞവരുണ്ടാവും, സുബൈൻ്റെ മുമ്പ് പാഞ്ഞവരുണ്ടാവും. ബസ്സിനും തിരിച്ചു പോകാൻ മാത്രം പൈസ ഉള്ള ആളുകളുണ്ടാവും. വേറുള്ളവരെ മൂട്ട് കയറി വന്നവരുണ്ടാവും പൈസ അല്ലാതെ. നിങ്ങളായോഗ്യൻ, ഞാൻ അയോഗ്യൻ? നിങ്ങളല്ലേ യോഗ്യന്മാർ? നിങ്ങളല്ലേ മഹാന്മാർ? ഞാനെങ്ങനെ മഹാനാണ്? ഞാനെങ്ങനെ മഹാനാവുക? ഞാൻ AC കാറിൽ ഡ്രൈവറെ വെച്ച് വന്നവനന്ന്. എൻ്റെ ഡ്രൈവർ എന്നെ കൊണ്ടുവന്നു. ഞാനെങ്ങനെ മഹാനാകുക? നിങ്ങളെ മഹാൻ. ഞാനൊരു നിമിത്തം മാത്രം, അത്രയേ ഉള്ളൂ. അല്ലാഹു നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ ജീവിതത്തിൽ ചെയ്ത മുഴുവനും തെറ്റുകൾ ഒരുപക്ഷെ ഇന്ന് രാവിലെ അള്ളാഹ് എന്ന ഈ പ്രസംഗം കേൾക്കണമെന്ന് വിചാരിച്ച് ഓടിയിട്ടുണ്ടെങ്കിൽ അള്ളാഹ്ക്ക് പുറത്ത് തരാം. അള്ളാഹ് പുറത്ത് തരട്ടെ. അതൊരു സബബ് തന്നെയാണ്. അത് സബബ് തന്നെയാണ്. നിങ്ങൾ റഹ്മത്തുള്ളാഹിനെ കേൾക്കാൻ വന്നതല്ല, നിങ്ങൾ അള്ളാഹിനെ കേൾക്കാൻ വന്നതാണ്. നിങ്ങൾ ലക്ഷ്യം അള്ളാഹുവാണ്. എന്ത് അങ്ങനെ തന്നെയല്ലേ? മനുഷ്യന്മാരെ നിങ്ങൾ റഹ്മത്തുള്ളാഹിനെ കേൾക്കാൻ വന്നതല്ല, നിങ്ങൾ അള്ളാഹിനെ കേൾക്കാൻ വന്നതാണ്. നിങ്ങൾ അവലംബം റബ്ബാണ്. ഈ ഒരു കാലം ഇന്ന് സുബൈ നിസ്കരിച്ച് പാഞ്ഞ് അത് മതിയാകും. അള്ളാഹ് നിങ്ങൾക്ക് പുറത്തുതരാൻ. എന്തുകൊണ്ട്? അള്ളാഹിനെ കേൾക്കാൻ വന്നതാണ്. നിങ്ങളെ യോഗ്യത എനിക്കില്ല. ഞാൻ മേലല്ല ഇരിക്കണത്, ഞാൻ മേലെയാണ് ഇരിക്കുന്നത്. ഞാൻ സുഖത്തിലായിരിക്കുന്നത്. ഞാൻ കൽപ്പനാധികാരത്തിൽ. ഞങ്ങൾ കൽപ്പിക്കപ്പെടുന്നവരാ, ഞാൻ കൽപ്പിക്കുന്നവനാ. അപ്പം ഞാനല്ലേ മോശം? അള്ളാഹു തആല നമുക്കൊക്കെ ബോധം തരട്ടെ. മനസ്സറിഞ്ഞാൽ മതി. അള്ളാഹു മനസ്സ് തുറക്കാതെ ആ കോമ്പൗണ്ടുകൾ കയറും. മനസ്സ് തുറക്കണം. മനസ്സ് തുറന്നാൽ മുഅ്മിനല്ലാതെ ഇവിടുന്ന് മടങ്ങൂല. അതിൻ്റെ വലിപ്പത്തിലല്ല, റബ്ബിൻ്റെ വലിപ്പത്തിലാണ്. റബ്ബിൻ്റെ ആളുകൾ ഇവിടെ ഉണ്ട്. റബ്ബിൻ്റെ ആളുകൾ ഇവിടെ ഉണ്ട്. കഴിഞ്ഞ ആഴ്ച ഞങ്ങളോട് പറഞ്ഞില്ലേ, പ്രസംഗിക്കുന്ന ഓരോ ഭാഗങ്ങളും അന്ന് 10 മിനിറ്റ് കഴിയുമ്പോഴത്തേന് മനുഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്ന ജന്നുകളുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് എന്നെ ട്രോളാം. ഞാൻ ട്രോൾ ചെയ്തുകൊണ്ട് ഉരുകൂല. എനിക്കൊരു വിഷയം തന്നെയല്ല. ഈ ലോകം മുഴുവനും ആക്ഷേപിച്ചാൽ എൻ്റെ രോമത്തിനൊരു പോലും പൊട്ടൂല. അതൊക്കെ ഞാൻ ഒഴിവാക്കി. കുളിരി കഴിഞ്ഞു, മുങ്ങി, ഇനി കുളിരുണ്ടാവില്ല. എനിക്ക് ഈ ലോകം മുഴുവൻ ആക്ഷേപിച്ചാലും അൽഹംദുലില്ലാ, അത് ഞാൻ വിവരം തന്നെ അറിയില്ല. ഞാൻ ഇത് നേരായ മാർഗ്ഗമാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. നേരായ മാർഗ്ഗത്തിൽ ഞാൻ നേരായവനല്ല, ഇത് നേരായ മാർഗ്ഗം. എനിക്കുതിക്ക് കയറണം. അതിനാണ് ഞാനീ പറയുന്നത്. അള്ളാഹു തൗഫീഖ് തരട്ടെ. നിങ്ങളോട് ഇത് പറയുമ്പോൾ എൻ്റെ ചെവിയാണ്, എൻ്റെ 2 ചെവിയാണ് ആദ്യം കേൾക്കുന്നത്. എൻ്റെ കൽബെന്നത് പറയുമ്പോൾ എൻ്റെ ചെവി ഇത് കേൾക്കും. അപ്പോൾ ആദ്യം നന്നാകാൻ എനിക്ക് അവസരം ഉണ്ടാവും. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. വളരെ ചിന്തിച്ചോളി. അള്ളാഹുവിനെ അവലംബിച്ചോളി. അള്ളാഹുവിനെ അവലംബിച്ചു രക്ഷപ്പെടും. അള്ളാഹിൻ്റെ ആരിഫ്യങ്ങൾ അവലംബിച്ചു രക്ഷപ്പെടും. അവർക്ക് വലാ മഖ്സൂദുഹും ജന്നാത്തു ആദിൻ. അവർക്ക് സ്വർഗം പോലും ലക്ഷ്യമല്ല. അള്ളാഹുവിൻ്റെ ആരിഫ്യങ്ങൾക്ക് സ്വർഗം പോലും ലക്ഷ്യമല്ല. എന്തിനാണ് നബിയെ എങ്ങനെ നിങ്ങൾ കഷ്ടപ്പെടുന്നത്? ആയിഷ ബീവി രാത്രി നിസ്കരിച്ചപ്പോൾ ചോദിക്കുക മുസ്തഫ നബി തങ്ങളോട്. അപ്പോൾ പറഞ്ഞ എന്താ? ഫലാഖു അബ്ദൻ ഷക്കൂറ. സ്വർഗമാണെന്നല്ല, അള്ളാഹിനോട് നന്ദി അടിക്കാൻ വേണ്ടിയാണ്. സ്വർഗല്ലേ? എന്ത് സ്വർഗം? സ്വർഗവും മുഹമ്മദ് മുസ്തഫ നോക്കി ആരാ വലിയത്? പറയണ ചങ്ങായി, സ്വർഗവും മുഹമ്മദ് മുസ്തഫ നോക്കിയാൽ ആരാ വലിയത്? സ്വർഗവും മുഹമ്മദ് മുസ്തഫ നോക്കിയാൽ ആരാ വലിയത്? മുഹമ്മദ് മുസ്തഫ. സ്വർഗം എല്ലാം കൂടി കൂട്ടിയാൽ മുസ്തഫ നബിൻ്റെ രോമത്തിൻ്റെ ആ മുനമ്പിനില്ല. ഇതെൻ്റെ വിശ്വാസം. നിങ്ങൾക്ക് വിശ്വാസം അല്ലെങ്കിൽ പോയിക്കോളി. ഈ ദുന്യാവാകെ ഈ കഅബയും അതെല്ലാം കൂടി കൂട്ടിക്കെട്ടിയ റസൂലുള്ളാഹിൻ്റെ രോമത്തിൻ്റെ കദർ ഉണ്ടാവില്ല. അതെൻ്റെ വിശ്വാസം. അത് പേച്ച വിശ്വാസമാണ്. നിങ്ങൾ അടുത്ത ആഴ്ച വരണ്ട, ഈ ആഴ്ച നിങ്ങൾക്ക് പോകാം. പേച്ചവർക്കും പേക്കാത്തവർക്കും രാവിലെ ചായ ഉണ്ട്. ചായ കൂടി കഴിഞ്ഞു, ഇനി പോകാം.
ഈ ലോകത്തെ അവലംബം ഹബീബ നബിയാണ്, പുണ്യ റസൂൽ മുസ്തഫയാണ്, അള്ളാഹിൻ്റെ ഹബീബാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുസ്തഫ നബിയുടെ ഒന്നും വേറില്ല. അള്ളാഹു നമുക്ക് നാഫി ഇൽമിനെ തരട്ടെ. അല്ലാഹു 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 അലൈഹി തവക്കലു അല്ലാഹു 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 بسم الله الرحمن الرحيم اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت إلهي لست للفردوس أهلا ولا أقوى على نار الجميع. ഇതാണ് നമ്മളെ പ്രതിജ്ഞ, ഇതാണ് നമ്മളെ പ്രതിജ്ഞ. അത് മറക്കരുത്. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ല, ഞാൻ സ്വർഗത്തിന് അവകാശിയല്ല, ഇതാണ് നമ്മളെ പ്രതിജ്ഞ. പക്ഷേ വലാ അഖ്വ അലാ നാരിൽ ജഹീമി, നരകത്തിന് ആ തീ കടക്കാനുള്ള ശക്തി എനിക്കില്ല. ഇതാണ് നമ്മളെ പ്രതിജ്ഞ. ഫഹ്ബലി തൗബതൻ ഫഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിർ ദംബിൽ അലീമി ഇലാഹി ലസ്തു ലിൽ ഫഹ്ബലി തൗബതൻ ഇന്നക ഗാഫിർ ذنب العظيم إلهي لست لل ولا أقوى على نار الجحيم فابلي توبة فإنك غافر ذنب العظيم. 2015 9 കൊല്ലം മുമ്പ് ഒരു മജ്ലിസിൽ നടക്കുകയാണ്. കുറേ ആളുകൾ അതിൻ്റെ ഇടയിൽ സംസാരിച്ചു, ഞാനുമുണ്ട് സദസ്സിൽ. അപ്പോൾ ഒരു സംഘടനാ നേതാവ് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ സ്വർഗ്ഗം ഉറപ്പേരും. ഞാൻ കുട്ടിക്കാലത്ത് നോട്ടീസ് ഒട്ടിക്കാൻ തുടങ്ങിയതാണ്. അങ്ങനെയാണ് ഈ സംഘടനയിൽ ഞാൻ ഈ സ്ഥാനത്തെത്തിയത്. ഞാൻ ജീവിതത്തിൽ കുറഞ്ഞ വാക്കുകൾ മറക്കൂല, അതിൽപ്പെട്ടൊരു വാക്കാത്തത് ഞാൻ മറക്കൂല. സംഘടനക്കാർക്കൊക്കെ എത്രത്തോളം പിഴച്ചിട്ടുണ്ട് എന്ന് ഞാൻ പഠിച്ചതും അതിൽ നിന്നൊക്കെ ഞാൻ ഇറങ്ങിപ്പോന്നതും ഇത്തരം വാക്കുകൾ കേട്ടപ്പോഴാണ്, വേറൊന്നുമല്ല. സ്വർഗം കിട്ടുമോ എന്ന വിചാരത്തിൽ പൊട്ടിക്കരഞ്ഞ ആളാണ് സയ്യിദുന സിദ്ദീഖ്. ആയുസ് മുഴുവൻ നോട്ടീസ് ഒടിച്ചിട്ട് ആരാണ് റബ്ബ്, എന്താ സ്വർഗം, എന്താണ് പടച്ചവൻ്റെ പൊരുത്തം എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ ഈ സംഘടനക്ക്, ഇവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ആ സംഘടനക്ക് കഴിഞ്ഞില്ല. ഞാൻ അതിലും വലിയ പരാജയം എന്താ? ഞാൻ എൻ്റെ ജീവിതത്തിൽ കുറഞ്ഞ വാക്കുകൾ മാർക്കൂല, ഇത് മാർക്കാത്തൊരു വാക്കാണ്. 2015 ആ കൊല്ലടക്കം എനിക്കറിയും കൃത്യം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആ വാക്ക് മറക്കൂല. സംസാര മധ്യേ ഇന്ന് കേരളത്തിലെ ഒരു പ്രഗത്ഭനായി, ഇന്ന് മരിച്ചിട്ടില്ല, ഒരു സംഘടനാ നേതാവ് പറയാ, എൻ്റെ സ്വർഗം അവിടെ ഉറച്ചിട്ടുണ്ടാവും. ഞാൻ ഈ സ്ഥാനത്ത് വെറുതെ എത്തിയതല്ല, ഞാൻ ചെറുപ്പം മുതലേ നോട്ടീസ് ഒട്ടിച്ച് നട്ടപ്പാതിരക്ക് നോട്ടീസ് ഒട്ടിച്ച് കയറി വന്നതാ. അങ്ങനെയാണ് ഞാൻ ഇന്ന് ഈ സ്ഥാനത്തെത്തിയത്. എൻ്റെ സ്വർഗം അവിടെ ഉറച്ചിട്ടുണ്ടാവും. അതിനാ വിഡ്ഢികളുടെ സ്വർഗം എന്ന് പറയും. അങ്ങനെയുണ്ടല്ലോ ഒരു സ്വർഗം. അല്ലാഹു കാക്കട്ടെ. അതൊന്നും നടക്കൂല. നിങ്ങൾക്കറിയോ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജിലാനി കരഞ്ഞാ മരിച്ച്? എന്ത് പറഞ്ഞോ? അതെഴുതിയ 1 ഡസനിലേറെ കിതാബ് ഞാൻ കണ്ടിട്ടുണ്ട്. കരഞ്ഞു മരിച്ചു. കരഞ്ഞിട്ട് ആര് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജിലാനി. ഞങ്ങൾക്ക് അതിനൊപ്പം നിൽക്കുന്നത് 40 വള് പറഞ്ഞോർ നന്നായി 90 കാലം ഇരുന്നോർ. ആരാവര് നല്ല വേറും ഐഷാത്തോ ുവാലെ 40 സുബഹത്തോളൂടോറേ. എന്നിട്ടാണടാ കരിഞ്ഞു മരിച്ച്. റബ്ബേ എൻ്റെ അവസ്ഥ എന്താ ഒന്ന് ആലോചിച്ച് കരിഞ്ഞാണ് മരിച്ചു. റബ്ബേ നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. മനസ്സറിഞ്ഞോ പറഞ്ഞോ തമാശ. അവരാരാ
നല്ല വേറും മൈശാത്തോ ലുദോരുളുവാലെ നാപ്പതിറ്റാണ്ടോളം സുബഹത്തോളൂരേ. ഈശ നിസ്കരിച്ച ഉളു കൊണ്ട് സുബഹ് നിസ്കരിച്ചിട്ടുണ്ട് 40 കൊല്ലം. നമുക്ക് സുബഹ് ഉളുത്തിട്ടുള്ള സുബഹ് എത്ര കളയായി അല്ല. നമ്മൾ ആയുസ്സിൽ അങ്ങനെ ഒരു ദിവസമല്ല. അതിന്ന് മനസ്സിലാക്കി. എന്നിട്ട് പടച്ചോൻ എൻ്റെ അവസ്ഥ എന്താവും ആലോചിച്ച് കരഞ്ഞു മരിച്ച്. ആര്? ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി. ഇത് എഴുതിയ 1 ഡസൻ കിതാബെങ്കിലും ഞങ്ങൾക്കുണ്ട്. നല്ല വേറും തോളുതോരുവാനെ 40 സുബഹ് തോളൂരേ. മുഅ്മിനായ മനുഷ്യന് സിറാത്ത് പാലാണ് കഴിയാതെ മനസ്സ് തണുക്കൂല. കാരണം എപ്പോഴും താഴ്ത്തുകയാണ്. അള്ളാഹു കാത്തിരിച്ചിട്ടില്ല. ആലോചിച്ചോളി. പടച്ചോനെ പിടിച്ചോളി. പടച്ചോൻ എന്ന് പറഞ്ഞാൽ നിങ്ങളെ സംഘടന പ്രസിഡന്റ് അല്ല. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങളെ സംഘടനയുടെ പ്രസിഡന്റാ പടച്ചോന്? നിങ്ങളെ സമസ്തന്റെയും ലീഗിന്റെയും പ്രസിഡന്റാണടാ അള്ളാഹു. എന്താ വിചാരിച്ചേ? റബ്ബ് എന്ന് പറഞ്ഞാൽ ഏകാധിപതിയാണ്. സ്വീകരിക്കുകയും ചെയ്യാം, തള്ളും ചെയ്യാം. എപ്പോഴും ആരും തള്ളാം. കാരണം ഉള്ളിൻ്റെ 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 ഉള്ളിൽ നിന്നിൽ മറഞ്ഞു കിടക്കുന്ന കേട് നിനക്കും അറിയില്ല, ആർക്കറിയും? നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. കരിഞ്ഞോളി. ഇത്രയേ ഉള്ളൂ. എന്താ പറയാനുള്ളത്? ഇതന്നെ ഇതാ മുദ്രാവാക്യം. പഴയ കാലത്ത് നോമ്പിന് എന്താ അത്താഴത്തിന് വിളിക്കാൻ വേണ്ടിയിട്ട് പള്ളികളിൽ നിന്ന് ഈ ബൈത്ത് ചെല്ലും മൈക്കേ കൂടെ. فاغفر ذنوبي فإنك غافر ذنب العظيم إلهي لست للفردوس أعلى جحيمي فهب لي توبة فاغفر ذنوبي فإنك غافر ذنب العظيم ഞാനേതായാലും സ്വർഗത്തിന്റെ അവകാശിയല്ല. ആയിരക്കണക്കായ കൊല്ലങ്ങളിൽ ലക്ഷക്കണക്കായ ആരിഫീങ്ങൾ തഹജ്ജുദിന്റെ നേരത്തെ ചെല്ലിയ ബൈത്താണെന്ന് ഈ ബൈത്തിന്റെ താരീഖിലുണ്ട്. ഞാൻ സ്വർഗത്തിന് അവകാശി അല്ല. സ്വർഗത്തിന് ഞാൻ അവകാശിയേ അല്ല. മനസ്സിലായോ പറഞ്ഞത്? ആകാശത്തേക്ക് നോക്കാതെ കരഞ്ഞ് നടന്നത് സയ്യിദുന ആദം അലൈഹിസ്സലാം കരഞ്ഞ് നടന്നത്, ആകാശത്തേക്ക് നോക്കാതെ കരഞ്ഞ് നടന്നത് 300 കൊല്ലം. മേപ്പെട്ട് നോക്കാനുള്ളൊരു ലജ്ജ പുറത്താക്കിയില്ലേ? ലജ്ജ. അല്ലാ. ഭാര്യയെ യാത്രയിൽ കണ്ടെത്തി. എന്നിട്ട് ഭാര്യയുടെ ശരീരത്തിൽ തൊട്ടപ്പോഴത്തിന് 100 കൊല്ലം കഴിഞ്ഞു. കാരണം നീയാണ് എന്നെ പ്രേരിപ്പിച്ചത്. അതുകൊണ്ടാണ് ഞാൻ സ്വർഗത്തിന് പുറത്തായത്. ഭാര്യയും ഭർത്താവും 2 സ്ഥലത്താണ് വന്നത്. ആദം നബി അലൈഹി സ്വലാം ഇന്ത്യയിൽ, ഹവ്വാ റളിയല്ലാഹു അൻഹ ജിദ്ദയിൽ. ഇതാണ് ഇന്ന് വരെ കിട്ടിയ ചരിത്രം. പിന്നെന്തായി? പിന്നെ കണ്ടെത്തിയിട്ട് 100 കൊല്ലം എന്ത് ചെയ്തില്ല? 100 കൊല്ലം ഭാര്യയെ തൊട്ടില്ല. എന്തേ? ഭാര്യ അത്രയും ആരോഗ്യമുള്ള മനുഷ്യനല്ലേ, അതിസുന്ദരിയായ ഭാര്യയെ തൊട്ടില്ല 100 കൊല്ലം. എന്തേ? എനിക്ക് കുരുത്തക്കേട് വരുമെന്ന് പേടിച്ചിട്ട്. ഞാനിപ്പോൾ സുഖം അനുഭവിക്കേണ്ട സമയമല്ല, എൻ്റെ റബ്ബിനെ പുറത്താക്കിയില്ലേ. പിന്നെ എന്തിനാ ഭാര്യയെ തൊട്ടത്? നമ്മളൊക്കെ ഉണ്ടാണ്ടേ. 1000 കൊല്ലത്തെ ദുആ. എന്താ ദുആ? റബ്ബനാ വലംനാ അൻഫുസനാ. 1000 കൊല്ലത്തെ ദുആ. 1000 കൊല്ലത്തെ ദുആയാണ്. ബാപ്പാൻ്റെയും ഉമ്മാൻ്റെയും എന്ന് അറാഫിലുണ്ട്. അറാഫ് എത്രാമത്തെ ആയത്താന്ന് നോക്കാം. നോക്ക് ആയത്തോണ്ട് പിടിക്കണോ നോക്കടാ. അറാഫിലാണ് എൻ്റെ ഓർമ്മ. എടുത്തു നോക്ക്. ഖാല റബ്ബനാ വലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ്. അറാഫ് എൻ്റെ ഓർമ്മ. അല്ലാഹ് സുബ്ഹാനല്ലാഹ്. അറാഫ് 23.
ഖാല അവർ രണ്ടാളും പറഞ്ഞു, ആയുസ് മുഴുവനും അവർ രണ്ടാളും പറഞ്ഞു, റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ, വലംന ഞങ്ങൾ അതിക്രമം ചെയ്തു പോയി, അംഫുസന ഞങ്ങളോട് തന്നെ അതിക്രമം ചെയ്തു പോയി. ഇല്ലം തഗ്ഫിർ ലനാ ഇനി നീ ഞങ്ങൾക്ക് പൊറുത്ത് തന്നിട്ടില്ലെങ്കിൽ, ഞങ്ങളോട് കരുണ കാട്ടിയിട്ടില്ലെങ്കിൽ, ലനകൂനന്ന മിനൽ ഖാസിരീൻ ഞങ്ങൾ പരാജിതരിൽ പെട്ടുപോകുമല്ലോ. പിന്നെ 10 കൊല്ലം മറ്റേ റവ കുത്തി കലക്കിയിട്ട് കുറച്ച് നോട്ടീസ് ഒട്ടിച്ചിട്ട് സ്വർഗത്ത് കിടക്കും പൊട്ട. ഇല്ലം പോട്ടത്തരം ആ സ്വർഗത്തിൻ്റെ ഫില്ലിൻ്റെ മേലെ കുത്തിരിക്കരി കുത്തിരിക്കുന്നാണ് പല മാന്മാരും വിചാരിക്കുന്നത്. ഇപ്പോൾ നിന്നാണ്ട് ഇറങ്ങിയാൽ കാണാം. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, ഉറക്കെ പറയും അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. നാട്ടുകാരൊക്കെ മുഴുവൻ വന്നിട്ടേ ഖബറിൻ്റെ മേലെ വന്നാണ് ചെണ്ട മുട്ടിയിട്ട് യാസീൻ ഓതിയിട്ടൊന്നും രക്ഷപ്പെടുന്നു വിചാരിക്കണ്ട. അടിയിലും മുട്ടും മേലെയും മുട്ടും. അതൊക്കെ റബ്ബിൻ്റെ തൗഫീഖ് കൊണ്ട് രക്ഷപ്പെടും. അല്ലാതെ 1000 ആൾ യാസീൻ ഓതിയിട്ടൊന്നും ഒരാൾ രക്ഷപ്പെടുന്നു ഒരാളും വിചാരിക്കണ്ട. ഞാനും അങ്ങനെ വിചാരിച്ചൊരു കാലം ഉണ്ടായിരുന്നു. അതൊക്കെ പോയി ബാക്കിയാവും, ഒന്നും കാര്യമില്ല. അതിൻ്റെ അർത്ഥം യാസീൻ ഓതി നല്ലതല്ലേ? ഒക്കെ നല്ലതാണ്, ഒക്കെ നല്ലതാണ്. കാഴ്ച ശക്തി ഉണ്ടെങ്കിൽ ഇത് നല്ലതാണ്. കാഴ്ചനില്ലെങ്കിലോ കണ്ണൊട്ടനെ ഇത് വെച്ചുകൊണ്ട് കാണൂ. തല കൊടുത്തോ? ഇവര് പറഞ്ഞു കല ഹദീസല്ല, ഹദീസാണ് മൂല്യരെ അറിയാം. ആയത്തിനെ ലൈഫായ മെഷീൻ ആക്കണം. മെഷീന് ഇറങ്ങും 5 കൊല്ലത്തിനുള്ളിൽ. ഇപ്പം ഇറങ്ങിയിട്ടില്ല. ആയത്തിനെ ലൈഫാക്കണ ഒരാളുണ്ടായിരുന്നു, അയാൾ പിന്നെ കാണാനില്ലാതെ 92-ൽ. അപ്പോൾ അതിൻ്റെ വർക്കിലേന് പക്ഷെ ഔട്ടാണിന് മുമ്പ് അയാളെ കാണാനില്ലാതെ 1992-ൽ ആയത്തിനെ ലൈഫാക്കാനുള്ള ശ്രമത്തിനിടയിൽ ഒരാളെ കാണാനില്ലാതെ. ഇപ്പോൾ ആയത്തിനെ ലൈഫാക്കാൻ സുന്നി മൂല്യന്മാർ തന്നെ തയ്യാറാവും. സുന്നി മൂല്യന്മാർ തന്നെ ആയത്ത് ലൈഫാക്കും. 5 കൊല്ലം. ഒന്നും തമാശ പറയല്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ചിന്തിച്ചോളി. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഹവ്വ ഉമ്മയും പറഞ്ഞുകൊണ്ടേയിരുന്നു. ഒരായുസ് മുഴുവനും എന്ത് പറഞ്ഞു? റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ, വലംന ഞങ്ങൾ അതിക്രമം ചെയ്തിട്ടുണ്ട്, അംഫുസന ഞങ്ങളോട് തന്നെ ഞങ്ങൾ. പിന്നെ എന്തടച്ച് പിന്നെ എന്താണ് എൻ്റെ നേതാവ്? ربنا ظلمنا أنفسنا وإن لم تغفر لنا നീ ഞങ്ങൾക്ക് പൊറുത്ത് തന്നിട്ടില്ലെങ്കിൽ, റബ്ബേ ഞങ്ങൾക്ക് പൊറുത്ത് തന്നിട്ടില്ലെങ്കിൽ, വതർഹംന ഞങ്ങളോട് കരുണ കാട്ടിയിട്ടില്ലെങ്കിൽ, ലനകൂനന്ന മിനൽ ഖാസിരീൻ ഞങ്ങൾ നഷ്ടക്കാരിൽ തീർച്ചയായും. ലനകൂനന്ന ഇതിൻ്റെ ഫീലാണ്. അപ്പം എന്താ അർത്ഥം? അറിയും മീസാനും സഞ്ചാനും ഒക്കെ ഓതിയല്ലേ ഇവിടെ? പറഞ്ഞോളി. മീസാനും അജ്നാസും സഞ്ചാനും ഒക്കെ ഓതിയല്ലേ? പറയടാ. ലനകൂനന്ന തീർച്ചയായും ഞങ്ങൾ ആവുക തന്നെ ചെയ്യും. മിനൽ ഖാസിരീൻ നഷ്ടക്കാരിൽ. ഞങ്ങൾ നഷ്ടക്കാരിൽപ്പെട്ടു. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. പടച്ചോനെ റബ്ബേ. ആദന്നെ പറഞ്ഞു ഇജ് പറഞ്ഞ എൻ്റെ സ്വർഗ്ഗം അവിടെ ഉറച്ചിട്ടുണ്ടാവും. അള്ളാഹു നമ്മളൊക്കെ അതൊക്കെ തന്നെ നമ്മളീ മനസ്സ് അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ആയത്തൊന്നും കൂടെ ഖാല അറാഫ് എത്ര 23. അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് എടുത്തു നോക്കണം എല്ലാവരും. ഞാനീ പറയുന്നത് ഏത് നാടന്മാർക്കും മനസ്സിലാക്കാവുന്ന കൊലത്ത് പറഞ്ഞു തരികയാണ്. ഇതൊക്കെ ആദം നബി പറഞ്ഞാൽ പിന്നെ നമ്മളെങ്ങനെ നന്നാണ്. ഖാല റബ്ബനാ വലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. നഷ്ടക്കാരോ അള്ളാഹു നമ്മളെ കാത്ത. അള്ളാഹു ഏകാധിപതിയാണ്. എന്തു ചെയ്യാം? സ്വീകരിക്ക തള്ള എന്തു ചെയ്യാം? 500 കൊല്ലം സുജൂദിൽ കിടന്ന ഒരു മനുഷ്യൻ്റെ കഥ ഒരിക്കൽ പുണ്യ റസൂൽ സ്വഹാബികൾക്ക് പറഞ്ഞു. നിങ്ങൾക്ക് മുമ്പ് 500 കൊല്ലം സുജൂദിൽ കിടന്ന ഒരാളുണ്ടായിരുന്നു. നിങ്ങൾക്ക് മുമ്പുള്ള ആയിരക്കണക്കിന് കൊല്ലങ്ങളൊക്കെ ജീവിക്കുന്ന മനുഷ്യന്മാരുണ്ട്. നിങ്ങൾക്ക് മുമ്പ് 500 കൊല്ലം സുജൂദിൽ കിടന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അള്ളാഹുവിൻ്റെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ അയാളോട് അള്ളാഹു ചോദിക്കും, തദ്ഖുലുൽ ജന്ന ബിഅമലിക അം ബിറഹ്മതി, നീ സ്വർഗത്തിൽ കിടക്കുക എൻ്റെ അനുഗ്രഹം കൊണ്ടാണോ ഉദ്ദേശിക്കുന്നത്, അല്ല നിന്റെ അമൽ കൊണ്ടോ?
അപ്പോൾ അയാൾ പറയും ബി അമലി യാ റബ്ബി, എൻ്റെ അമലുകൊണ്ട് തന്നെ കിടക്കും. കാരണം ഞാൻ 500 കൊല്ലം എന്ത് കിടന്നിട്ടുണ്ട് സുജൂദിന്. ഫഅറഫഹു നിഅമഹു അലൈഹി, ഫഅറഫഹു, അപ്പോൾ അയാൾക്ക് അല്ലാഹു മനസ്സിലാക്കി കൊടുക്കും നിഅമഹു, അള്ളാഹിന്റെ നിഅമത്തുകളെ, അലൈഹി അയാൾക്ക് മേൽ ചെയ്തിട്ടുള്ള നിഅമത്തുകൾ ഇങ്ങനെ എണ്ണി പറഞ്ഞു കൊടുക്കും. അതിൻ്റെ ഒരു മൂലക്ക് എന്തില്ല പറ 500 കൊല്ലത്തെ സുജൂദ് ഇല്ല. പിന്നെ അല്ലാഹു തആല ഇവന് അമലില്ല, ഇവൻ റഹ്മത്തോട് സ്വർഗ്ഗത്തിൽ കിടക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. മനസ്സിലായില്ല? ഇയാൾ 500 കൊല്ലം സുജൂദിൽ കടന്നു. അള്ളാഹുവിന്റെ കോടതി എത്തുമ്പോൾ അള്ളാഹു ചോദിക്കും, നീ നിന്റെ തദ്ഖുലുൽ ജന്ന ബിഅമലിക അം ബിറഹ്മതി, നീ നിന്റെ അമൽ കൊണ്ടോ സ്വർഗ്ഗത്തിൽ കിടക്കുന്നു അതോ എൻ്റെ റഹ്മത്ത് കൊണ്ടോ? അപ്പോൾ അയാൾ പറയും ബിഅമലി യാ റബ്ബി, എൻ്റെ അമൽ കൊണ്ട് തന്നെ. കാരണം എനിക്ക് സുജൂദ് മാത്രം എത്ര ഉണ്ട് 500 കൊല്ലം. ഫഅറഫഹു തആല നിഅമഹു തആല അലൈഹി, ഫഅറഫ, അപ്പോൾ അല്ലാഹു തആല മനസ്സിലാക്കി കൊടുക്കും ഹു, ഈ വ്യക്തിക്ക്, നിഅമഹു തആല, അല്ലാഹു തആലയുടെ നിഅമത്തുകളെ, അലൈഹി ഇയാൾ മേൽ ചെയ്തിട്ടുള്ള. അപ്പോൾ അതിൻ്റെ ഒരു ദിവസത്തെ നിഅമത്തിന് പോലും എന്ത് കിടപിടിക്കണില്ല ഇവന്റെ അമല്. അപ്പൊ ഇവൻ എന്തില്ല പറയാ സ്വർഗത്തിൽ പോകാൻ. അപ്പൊ അല്ലാഹു തആല ഞാൻ നിനക്ക് ചെയ്ത നിഅമത്തിന് എന്ന് പറഞ്ഞിട്ട് ആ നിഅമത്തിന് പകരം അല്ലാഹു തആല എന്ത് ചെയ്യും? അല്ല, ഞാൻ ചെയ്ത നിഅമത്തിന് പകരം എന്ന് പറഞ്ഞിട്ട് അമലുകൾ വാങ്ങിയേക്കും. ഇനി ഇയാൾക്ക് എന്ത് വേണം പറ മക്കളെ? ഇയാൾക്ക് എന്തിനല്ല അള്ളാഹു ചെയ്ത ഇതുവരെ, സ്വർഗം വേറെ നിഅമത്തല്ലേ, ഇതുവരെ ചെയ്ത നിഅമത്തിന് മാത്രം തന്നെ ഇയാൾക്ക് എന്തില്ല? അമലില്ല. പിന്നെ അള്ളാഹു കൽപ്പിക്കും അയ്യുസഹബ, ഇവനെ വലിക്കപ്പെടാൻ, ഫിന്നാർ നരകത്തിൽ വലിക്കപ്പെടാൻ വേണ്ടി കൽപ്പിക്കും. അപ്പോൾ അയാൾ ഫയബുക്കി, പൊട്ടി പൊട്ടി കരയും. ഇതുകൊണ്ട് പിന്നെ മുത്തുനബി പറഞ്ഞു, ഒരാളും സ്വന്തം അമല് കൊണ്ട് സ്വർഗത്തിൽ കടക്കുമെന്ന് അഹങ്കരിക്കേണ്ടതില്ല. അപ്പോൾ സ്വഹാബികൾ ചോദിച്ചു, വലാ അൻത യാ റസൂലല്ലാഹ്, ലാ വലാ അന. എന്താ പറഞ്ഞേ? എന്നിട്ടുണ്ടോ നിന്റെ നോട്ടീസ് ഒട്ടിക്കൽ? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ഈ ഹദീത്ത് റസൂൽ പറഞ്ഞിട്ട് പിന്നെ റസൂൽ പറയാണ് ലയൻജുവന്റെ അർത്ഥം പറയും താങ്കളെ. ലയൻജു എന്താ അർത്ഥം? ഒക്കെ പറയുമോനെ? രക്ഷപ്പെടുകയില്ല എന്നല്ല. അതെ, ദവാമിൽ നഫി വരുന്നല്ലോ. ലെന്ന് ലായാണെങ്കിൽ പിന്നെ താൽക്കാലിക നഫിയാണ്. പിന്നെ ലയൻജു, അപ്പൊ എന്താ അർത്ഥം? രക്ഷപ്പെടുകയേയില്ല. അഹദുക്കും, നിങ്ങളിൽ ആരും, ബിഅമലിഹി, തന്റെ അമലുണ്ട്. അപ്പൊ പിന്നെ എന്തിനാ അമലിയാണ്? അള്ളാഹു ഏൽപ്പിച്ചോണ്ട്. രക്ഷപ്പെടണമെങ്കിൽ രക്ഷപ്പെടൂല. പറയും മക്കളെ, എങ്ങനെയാണ് ഹദീത്ത്? ലയൻജുവ, രക്ഷപ്പെടുകയേയില്ല. അഹദുക്കും, നിങ്ങളിൽ ആരും, ബിഅമലിഹി, തന്റെ അമൽ കൊണ്ട് നാളെ രക്ഷപ്പെടുകയേയില്ല. ഇല്ല അയ്യത്ത. അപ്പൊ ചോദിച്ചു, വലാ അൻത യാ റസൂലല്ലാഹ്, അമലുകൊണ്ട് രക്ഷപ്പെടില്ല പറഞ്ഞാൽ നിങ്ങളും രക്ഷപ്പെടില്ല നബിയെ, വലാന, ഞാനും രക്ഷപ്പെടില്ല. എന്ത് വർത്താനം പറയുന്നത്? മനസ്സിലായില്ല. ഈ ഹദീത്ത് കണ്ടിട്ടില്ല? ആ ഹദീത്ത് എഴുതി വെക്കണേ. ആ ഹദീത്ത് ബുഖാരിയിലുണ്ട്, മുസ്ലിമുണ്ട്. എഴുതി വെക്കണേ മക്കളെ, എഴുതി വെക്കണേ. ആ ഹദീത്ത് വളരെ പ്രധാനം, അതെന്നും മനസ്സിലാക്കി വെക്കണം. ലയൻജു അഹദുക്കും ബിഅമലിഹി ഖാലൂ വലാ അൻത യാ റസൂലല്ലാഹ് ഖാല വലാ അന. നബി അങ്ങും രക്ഷപ്പെടൂലേ അമലുകൊണ്ട്? ലാ വലാ അന, ഞാൻ രക്ഷപ്പെടൂല. ഇല്ലാ അൻ യതഗമ്മദനി അല്ലാഹു ബിറഹ്മത്തിൻ മിൻഹു വഫളലിൻ. ഇതാണ് ഹദീസിന്റെ അവസാനം. രക്ഷപ്പെടണമെങ്കിൽ എന്ത് വേണം? പറയും മക്കളെ, എന്ത് വേണം? ഇല്ലാ അൻ യതഗമ്മദനി അല്ലാഹു ബിറഹ്മത്തിൻ മിൻഹു വഫളലിൻ. നമ്മളിപ്പോൾ ഇന്ന് സുബഹിസ്കരിച്ചു, എന്തേ? അല്ലാഹു ഏൽപ്പിച്ചു. രക്ഷപ്പെടലോ? അത് അല്ലാഹുവിന്റെ റഹ്മത്താണ്. നമ്മൾ അവൻ പറഞ്ഞേ ചെയ്ത രക്ഷപ്പെടുത്തിയേക്കും. എന്തുകൊണ്ട്? നമ്മൾ അഡ്വാൻസ് വാങ്ങിച്ചിട്ടുണ്ട് അല്ലാഹുവിന്റെ റഹ്മത്ത്. പിന്നെ എങ്ങനെ? മനസ്സിലായില്ല? കുറച്ച് വാഴയും കുറച്ച് വാഴയും നെല്ലും ഒക്കെ ഉണ്ടായിരുന്നു. എൻ്റെ വാപ്പാൻ്റെ ഉപജീവന മാർഗം. പാടത്ത് വാഴ ഉണ്ടാക്കും, നെല്ലുണ്ടാക്കും. ഇത് പഴയ കാലമാണ്, പൈസ ഒന്നും നടക്കാത്ത കാലമല്ല എൻ്റെ കുട്ടിക്കാലം.
അപ്പോൾ ഈ ഫീസ് അടക്കാനോ പിന്നെ എന്തെങ്കിലും വാങ്ങാനോ ബുക്ക് വാങ്ങാനോ ഒക്കെ ഇങ്ങനെ കുട വാങ്ങാനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ വാപ്പാൻ്റെ കയ്യിൽ പൈസ ഉണ്ടാവില്ല. അപ്പോൾ വാപ്പ എന്ത് ചെയ്യും, ഈ നാട്ടിൽ ഒരു മൽജരക്ക് വ്യാപാരി ഉണ്ടായിരുന്നു, മരിച്ചുപോയി, ഒരു മുസ്ലിം നല്ല മനുഷ്യനായിരുന്നു, അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അപ്പോൾ അയാളെടുത്ത് ചെല്ലും, പിന്നെ ലക്ഷം പൈസ അടിക്കുക. അപ്പോൾ അയാൾ പൈസ കൊടുക്കും, അവിടെ എഴുതി വെക്കും. നേരത്തെ കന്നിമാസത്തിലാണ് കൊയ്ത്ത്, അതിന് മുമ്പ് തന്നെ വാപ്പ പൈസ വാങ്ങും. എന്തുകൊണ്ട്? നമുക്ക് കുറേ കുട്ടികളുണ്ട്, അവർക്ക് പലതും വാങ്ങണം. അപ്പോൾ എല്ലാം വാപ്പ പൈസ വാങ്ങും. പിന്നെ കന്നിമാസത്തിൽ കൊയ്യും, കൊയ്താ വാപ്പ എന്ത് ചെയ്യും, കൊയ്ത്ത നെല്ലാണ് കൊടുത്തേക്കും, വാപ്പ വഴിക്ക് പോകുന്നില്ല. എന്തുകൊണ്ട്? നിങ്ങളോടാണല്ലോ ഇത് പറഞ്ഞു പോയത്. വായ വെട്ടിയാണ് അവിടെ കൊടുത്തേക്കും, വായ വെട്ടി കൊടുത്തേക്കും, നെല്ല് കൊയ്ത് അവിടെ കൊടുത്തേക്കും, വാപ്പേനെ പിന്നാലെ തന്നെ പോകില്ല. എന്തുകൊണ്ട്? അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത്തരം ബാക്കിയുണ്ട് ആചാര്യെന്ന് ഓൻ പറയുന്നത് കേൾക്കണ്ടല്ലോ, അത് നാലാൾ കേൾക്കണ്ടാവുമല്ലോ. പിന്നെ ഒറ്റക്ക് പോയാണ്ട് എപ്പോഴെങ്കിലും കണക്കൂട്ട് ചെയ്യുക, അപ്പം പോകില്ല. ആചാര കണക്കിൽ ആചാര്യ 2500 രൂപ ബാക്കിയുണ്ട്. അക്കാലത്ത് 2500 പറഞ്ഞാൽ 10 ഏക്കർ ഭൂമി കിട്ടും. അതാ കാലം. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? അങ്ങനത്തെ ഒരു കാലം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇപ്പം നമ്മളെ വാപ്പാരൊക്കെ ഈ അവസ്ഥയാണ് പരലോകത്ത് നമുക്കുള്ളത്. നിങ്ങൾക്ക് പറഞ്ഞത് അതാണ് നമ്മളെ അവസ്ഥ. എന്തേ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന അനുഗ്രഹങ്ങൾ ആരുടേതാണ്? അതിൻ്റെ മൂലക്കൊക്കെ നമ്മൾ നിസ്കരിക്കണില്ല, നോമ്പ് വിളിക്കണില്ല. എന്താ പറഞ്ഞ ഇവിടെ ഈ വെച്ചിട്ടുള്ള ഇതിലൂടെ കയറി ഇറങ്ങുന്ന എന്ത്, ഇതിലൂടെ കയറി ഇറങ്ങുന്ന വായു, അതിൻ്റെ വില എത്ര? റബ്ബി ലൗല അഖർതനി ഇലാ അജ്ലിൻ ഖരീബ്, കുറച്ച് നേരം കൂടി എൻ്റെ വായു മൂക്കിലൂടെ കയറ്റി ഇറക്കിയാൽ ല അസ്വദ്ദഖന്ന വഅകും മിനസ് സ്വാലിഹീൻ, ഞാൻ എന്തു ചെയ്യാ, ഞാൻ നല്ല ആളാകാം. പറയില്ലേ? എന്തിനാ പറയാ? 10 സെക്കൻഡ്. കുഞ്ഞുമോനെ തെക്കേ കണ്ടം പള്ളിയെ കൊടുത്താലോ എന്ന് പറയാൻ സമയം കിട്ടിയാൽ മതി. അതായത് അർത്ഥം. ചിന്തിക്ക്. അതുവരെ ശ്വാസം വിട്ടു അങ്ങനെ അങ്ങോട്ട് ഇരുന്ന് നിന്ന് അങ്ങനെ ഒരാളെ, ഒരു രോഗിയെ പറ്റി ഒരാൾ ഈ ആഴ്ച എന്നോട് പറഞ്ഞു. ഞാനൊരു 25 കൊല്ലം ഒരു രോഗിയെ, മരിക്കാൻ പോണ ഒരു രോഗിയെ കണ്ടു. അപ്പം അയാൾ നിൽക്കുന്നില്ല, ഇരിക്കുന്നില്ല, കട്ടിൽ എണീക്കുന്നു, ഇരിക്കുന്നു, അപ്പോഴും സ്വതം കൊടുക്കൂല. ആ നാട്ടിൽ ഏറ്റവും വലിയ വക്കീൽ അയാളായിരുന്നു, കൊടുക്കൂല. എമ്പാടുണ്ടായിരുന്നു, കൊടുക്കൂല. പിന്നെ ഒരു സമയത്തിട്ടുണ്ടാവും, അപ്പം മൂപ്പർക്ക് എണീക്കാൻ നിൽക്കാനും വയ്യ. അപ്പം മൂപ്പർക്ക് വിചാരിച്ചിട്ടുണ്ടാവും എന്ത്, എന്നാ തെക്കെ കണ്ടൊക്കെ കൊടുക്കായിരുന്നു. പിന്നെ അപ്പം തൊള്ളയിൽ നിന്ന് കിട്ടൂല, കഴിഞ്ഞു, പിടിച്ചു. മനസ്സിലായില്ല? അവസാന നിമിഷം വരെ എന്താ വിചാരിക്കുക, ഇതെനിക്ക് ശ്വാസം ബാക്കി കിട്ടിയാൽ നാളെ ഉപകരിക്കുമല്ലോ, കൊടുക്കൂല. ഇതെനിക്ക് ഉപകരിക്കൂല എന്നുള്ള അവസ്ഥയിലെത്തും. അപ്പൊ തൊള്ളയിൽ നിന്ന് പറയാൻ തോന്നും എന്ത്, ഞാൻ തെക്കേ കണ്ടത്തിൽ 5 ഏക്കർ പള്ളിയേക്കർ കൊടുത്താളോന്ന് പറയാൻ തോന്നും. പക്ഷേ പറയില്ല, അത് പറയില്ല. പറയാ കഴിയൂല, കഴിയൂല. പറയാൻ തോന്നും, പക്ഷെ അപ്പൊ പറയാൻ കഴിയൂല. ഒരു 10 നിമിഷം സെക്കൻഡ് കിട്ടിയാൽ മതി അതൊന്ന് പറയാൻ. എന്നാ കുഞ്ഞിമാനെ തെക്കേ കണ്ട പള്ളിയെ കൊടുത്താളട്ടാ, പക്ഷേ നേരെ കിട്ടൂല. ഒരു 10 സെക്കൻഡ് മതി. എന്തിന്? തെക്കേ കണ്ടം പള്ളിക്കൊക്കെ കൊടുത്താളാന്ന് പറയാൻ എന്ത് മതി? പറയണ സെക്കൻഡ് എണ്ണി. തെക്കേ കണ്ടത്തെ 5 ഏക്കർ പള്ളിയൊക്കെ കൊടുത്താളെ കുഞ്ഞിമാനെ എന്ന് പറയാൻ എത്ര മതി? 10 സെക്കൻഡ് വേണ്ട. പക്ഷേ കഴിയൂല, മരിച്ചിടും. ഇന്ന് മക്കളെ ഏറ്റെടുക്കും. ഈ പരു അങ്ങനെ തന്നെ. ഒരു വാപ്പ മരിച്ചപ്പോൾ പള്ളിയൊക്കെ എന്ത് ചെയ്തു? പള്ളിയൊക്കെ എന്ത് ചെയ്തു എന്നാൽ പള്ളിയൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്, പള്ളിപ്പണിക്ക് കൊടുക്കാൻ വേണ്ടി ഒരു മരം മുറിച്ചിട്ടു. നല്ലൊരു മരം, ഒരു വലിയ മരം, മലപ്പുറം ജില്ലയിൽ സംഭവം. ഒരു മരം മുറിച്ചിട്ടു പള്ളിയെ കൊടുക്കാൻ വേണ്ടി. അങ്ങനെ പള്ളിക്കൊക്കെ അത് കൊടുക്കുന്നതിന് മുമ്പ് പള്ളി കമ്മിറ്റിനോട് പറയും ചെയ്തു, എൻ്റെ മരം പള്ളിയൊക്കെയാണ്, വലിയ മരം, നല്ല മരം. അങ്ങനെ അത് അത് കയ്യിൽ ഏൽപ്പിക്കുന്നതിന് മുമ്പ് അവസാനം ബാപ്പാക്ക് ഇരിക്കാൻ നിൽക്കാനും കഴിയാത്തൊരവസ്ഥയിലെത്തുമ്പോൾ അത് പറയുന്നത്. അങ്ങനെ പിന്നെ എന്ത് ചെയ്തു എന്നാൽ എന്നെ അത് മുറിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഏകദേശം മനസ്സിലായി ഈ രോഗത്തിന് ഞാൻ ബാക്കിയാവില്ല. അപ്പോൾ പള്ളി കമ്മിറ്റി വിളിച്ചോണ്ട് പറഞ്ഞു, ആ വലിയ മരം ഞാൻ മുറിക്കാൻ വേണ്ടി പറയാം, അത് പള്ളിയൊക്കെ കേട്ടോ എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പോലും പറഞ്ഞ് മുറിക്കാൻ പറഞ്ഞു. മൂപ്പര് രോഗം കലശലായ അങ്ങെത്തിയ സമയമാണ്. അതിനിടയിൽ മൂപ്പര് മരിച്ചു. മരം മുറിച്ചിട്ടിട്ടുമുണ്ട്. കണ്ണൂക്ക് കഴിഞ്ഞിട്ട് പിറ്റേന്ന് പള്ളി കമ്മിറ്റിക്കാർ മക്കളോട് വന്ന് പറഞ്ഞു, എന്ത് എന്നാൽ ആ മരം ഞങ്ങൾ കൊണ്ടേക്കോട്ടെയാറും. അപ്പം മൂത്ത മകനും
കീപ്പട്ടുള്ളവനും കൂടിയാണ് എന്ത് പറഞ്ഞു, ഞങ്ങളൊന്ന് യോഗം കൂടട്ടെ, വാപ്പ ഏതായാലും മരിച്ചല്ലോ, ഇനി ഞങ്ങളൊന്ന് യോഗം കൂടട്ടെ. ആ യോഗം ഇപ്പോഴും കൂടിയിട്ടില്ല, 37 കൊല്ലം കഴിഞ്ഞു. യോഗം കൂടൽ തുടങ്ങിയിട്ട് പൂതലായി പോയി, മണ്ണെന്നാണ് പോയി. എന്തുകൊണ്ട്? ഇത് ബാപ്പാൻ്റെ മക്കൾ തന്നെയാണ് വരും. മനസ്സിലായ? ആയ കാലത്ത് കൊടുക്കാത്ത ആളായിരുന്നു ആര്? ബാപ്പ. ഇനി ഇവരും കൊടുക്കൂല, ഇനി ആകാത്തൊരു കാലം വരും, അപ്പം കൊടുക്കും. അപ്പം ഇവരെ മക്കളായിരിക്കും പിന്നെ കൊടുക്കേണ്ടത്, അത് പൂതലാവും. മണ്ണായി പോയി മരം. എവിടെ കൊടുത്തില്ല? വള്ളിയെ കൊടുത്തില്ല. ഞങ്ങൾ യോഗം കൂടട്ടെ, ഞങ്ങൾ മക്കളൊക്കെ യോഗം കൂടട്ടെ. ആ നല്ല വാക്കാണല്ലോ, കുഴപ്പമില്ല, ഞങ്ങളൊന്ന് യോഗം കൂടട്ടെ. ആ യോഗം ഒന്നും കൂടിയിട്ടില്ല, 37 കൊല്ലം കഴിഞ്ഞു, യോഗമില്ല, ആ യോഗോട്ട് കൂടില്ല. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. ഞാൻ എന്തിനാന്ന് പറഞ്ഞാൽ അള്ളാഹു ചെയ്ത നിഅമത്തുകൾ അണ്ട് എണ്ണിയാൽ മറുപടി പറയാൻ നമുക്ക് കഴിയില്ല. പിന്നെന്തേ? അപ്പം അതാണ് അന്ത യാ റസൂലല്ലാഹ്, അമലുകൊണ്ട് നിങ്ങളും സ്വർഗത്തിൽ കിടക്കൂല നബി? ഞാനും കിടക്കൂല. ഇനി എന്താ നിങ്ങളത് അമല്? പിന്നെന്താ എൻ്റെ നോട്ടീസ് ഒട്ടിക്കൽ? പിന്നെന്താ എൻ്റെ സമ്മേളനം? എനിക്കൊക്കെ സുഖമല്ലേ? ഞായി ഈ ജാതി വീട്ടികളാണ് നേതാക്കന്മാർ. പിന്നെ അനുയായികളുടെ കാര്യം എന്താ? എന്നെ മാറി ചിന്തിപ്പിച്ച വാക്കുകളിൽ ഒന്നാണത്. ഇതിൻ്റെ ഒന്നും പിന്നാലെ നടന്ന പടച്ചോനെ കിട്ടൂല എന്ന് മനസ്സിലായപ്പോൾ ഞാൻ ഇതിനൊക്കെ പുറകോട്ട് പോകുന്നതാണ്. ഇവർക്ക് തന്നെ പടച്ചോനെ തിരിഞ്ഞിട്ടില്ല, പിന്നെ പടച്ചോൻ തിരിയണ്ടേ? സ്വർഗം തിരിയണ്ടേ? അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എല്ലാവരും മോശമാണെന്നോ എല്ലാവരും നല്ലവരാണെന്നോ ഈ പറഞ്ഞ അർത്ഥമല്ല. നല്ലൊരു മോശം നമ്മൾ തീരുമാനിക്കില്ല. ഞാൻ ഏതായാലും നല്ലോനല്ല, എനിക്ക് നല്ലോനാകണം. അള്ളാഹു നമ്മളെയൊക്കെ നന്നാക്കി തരട്ടെ. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. എന്നിട്ട് റസൂലുള്ള പറയാം, ഞാൻ രക്ഷപ്പെടില്ല. പിന്നെന്തേ എൻ്റെ അവസാനത്തെ വാക്കെന്താ തങ്ങളെ? എന്താ എഴുതിയ അവസാന വാക്ക്? ഇല്ലാ അയ്യതഗമ്മദനി അല്ലാഹു ബിറഹ്മത്തിൻ മിൻഹു വഫളലിൻ. ഞാനും അമലുകൊണ്ട് രക്ഷപ്പെടൂല. ഇല്ലാ അയ്യതഗമ്മദനി അല്ലാഹു ബിറഹ്മത്തിൻ മിൻഹു, അവന്റെ റഹ്മത്ത് കൊണ്ട് അവൻ എന്നെ മൂടിയാലല്ലാതെ, വഫളലിൻ, അവന്റെ ഔദാര്യം കൊണ്ടും മൂടിയാലല്ലാതെ ഞാനും രക്ഷപ്പെടൂല. ആരെ രക്ഷപ്പെടുക എന്ന് പറഞ്ഞ് പറയണ കുട്ടി ആരെ പറ്റിയ? ആരെ ഞാൻ രക്ഷപ്പെടുക? വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ആ ആള്. പിന്നെന്താ പിന്നെന്താ ഞാൻ എന്താ പറഞ്ഞത്? ഇല്ലാ അയ്യതഗമ്മദനി അല്ലാഹു ബിറഹ്മത്തിൻ മിൻഹു വഫദ്ലിൻ. അല്ലാഹുവിന്റെ റഹ്മത്ത് ഫദ്ല് കൊണ്ട് അല്ലാഹു എന്നെ മൂടിയാലല്ലാതെ ഞാനും രക്ഷപ്പെടുക, ഒരിക്കലും രക്ഷപ്പെടുക. പിന്നെന്തിനാ അമൽ ചെയ്തു? അമലോൻ കൽപ്പിച്ചു, അപ്പോൾ അവനെ പൊരുത്തപ്പെടിക്കണം. ബസ്. മറ്റേത് ഓൻ്റെ ഔദാര്യാണ്. തന്നെങ്കിൽ അൽഹംദുലില്ലാ, തരാന്നാലും അൽഹംദുലില്ലാ. ഒരു വക്ത് നിസ്കരിക്കാത്തവനും സ്വർഗം അല്ലാഹു തആലക്ക് കൊടുക്കാൻ പറ്റുമല്ലേ? ആ ചോദിക്കോ? അങ്ങനെ പറയാ? ഫുള്ള് നിസ്കരിച്ചവനോട് ഇങ്ങനെ പണിയൊക്കെ ഒന്നും പറയാം. കാരണം അവൻ ആരാണ്? അവൻ ഏകാധിപതിയായ റബ്ബാണ്. അവനാണ് റബ്ബ്. അവൻ്റെ ജൂതാണ് നമ്മുടെ ജൂത്. എന്താ പറഞ്ഞത്? ജൂതിലേക്ക് ഒരു വാവിട്ടാൽ മതി. അവൻ്റെ ജൂതാണ്. എന്താ ജൂത്? ജൂതിൻ്റെ അർത്ഥം പറയും, ധർമ്മം. പറ മക്കളെ, ജൂത് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? ധർമ്മം. അവൻ്റെ ജൂതാണ് നമ്മുടെ ഉജൂത്. നിന്റെ ഉണ്ടാകൽ അവൻ്റെ ധർമ്മമാണ്. അവൻ ധർമ്മം തന്നിട്ടില്ലെങ്കിൽ ഇല്ല. എൻ്റെ വാപ്പല്ല, പിന്നെന്ത്? നിന്റെ ബാപ്പാൻ്റെ മുതുകിലുണ്ടായ കറ അവൻ്റെ ധർമ്മമാണ്. ബാപ്പ ഉണ്ടായതുകൊണ്ട് കറ ഉണ്ടാവില്ല. അത് എൻ്റെ ഉമ്മാൻ്റെ ഗർഭപാത്രത്തിലേക്ക് പമ്പീതൽ അവൻ്റെ ധർമ്മമാണ്. ബാപ്പാൻ്റെ മുതുകിൽ പള്ള നിറച്ച് നുത്ഫത്തുണ്ട്, പക്ഷേ പമ്പിങ് ശരിയില്ലെങ്കിൽ ഇച്ചുണ്ടാവില്ല. അത് വേറെ റഹ്മത്താണ്. ഒക്കെ അവൻ്റേതാണ്. അവനാണ് അധികാരി. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. മനസ്സറിഞ്ഞ ആമീൻ പറയാം. ആമീൻ. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അവസാനിപ്പിക്കാം. മനസ്സിൽ അള്ളാഹ് കൊടുക്കുക. ഞാനൊരു ആയത്ത് പറയാൻ വേണ്ടി വന്നതാണ്. പിന്നെ അങ്ങനെ എന്നും പറയാൻ പിന്നല്ല പറയാ, ഇന്നും അങ്ങനെ തന്നെയാണ്. ബാക്കി സൗകര്യം അടുത്ത ആഴ്ച പറയാം. ഞാൻ ഇന്ന് പറയാൻ വേണ്ടി വന്നത് ബഹുമാനപ്പെട്ട തൗബയുടെ 112 നോക്കാം. ഇന്നല്ലാഹ ഇശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. ഈ ആയത്തിൻ്റെ വ്യാഖ്യാനം പറയാൻ വേണ്ടി വന്നതാ. തൗബ 111 112 ആയിരിക്കും. 111 112 നോക്ക്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് അലൻ നബി സല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. തൗബ 111 111 111 എവിടെ മോനെ? ഓ കണ്ടു.
أعوذ بالله من الشيطان الرجيم إن الله اشترى من المؤمنين أنفسهم وأموالهم بأن لهم الجنة يقاتلون في سبيل الله فيقتلون ويقتلون وعدا عليه حقا في التوراة والإنجيل والقرآن ومن أوفى بعهده من الله فاستبشروا ببيعكم الذي بايعتم به وذلك هو الفوز العظيم حسبي ربي جل الله. ഈ ആയത്ത് ഇന്നല്ലാഹ്, അതിൻ്റെ വ്യാഖ്യാനം അടുത്ത ആഴ്ച പറയാം. ഇന്നല്ലാഹ് ഇഷ്തറ, അല്ലാഹ് വിലക്ക് വാങ്ങി, മിനൽ മുഅ്മിനീന, ഓടി വാ 2 മിനിറ്റ് എടുത്ത് തീരും. ഒരു അത്ഭുതം ഞാൻ കാണിച്ചിരുന്നത്. ഇന്നല്ലാഹ് ഇഷ്തറ, അല്ലാഹ് വിലക്ക് വാങ്ങി, മിനൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളിൽ നിന്ന് അല്ലാഹു തആല വാങ്ങി, അൻഫുസഹും. അപ്പോൾ അല്ലാഹു തആല വാങ്ങി. അല്ലാഹു എൻ്റെ കൂടെ വാ, ഒരു മിറാക്കിൾ ഞാൻ കാണിച്ചു തരാം. അല്ലാഹു തആല വാങ്ങി. എന്തിനു വാങ്ങി? പറയട, പറ്റിക്കാൻ വേണ്ടി പറയല്ല, ഈ പറഞ്ഞാളാ. അല്ലാഹു തആല വിലക്ക് വാങ്ങി. അപ്പൊ കച്ചവടക്കാരനാരാ? അല്ലാഹ് ഉറക്കെ പറ്റിക്കാൻ വേണ്ടി പറയല്ലടോ. നിങ്ങൾക്ക് എന്ത് പേടിയാ? നിങ്ങൾ പറ്റിക്കല്ല. കച്ചവടക്കാരനാരാ? വിൽപ്പനക്കാരനാരാ? ഈ വിൽക്കണത് എന്നെ. ആരാ കച്ചവടക്കാരൻ? ഈ ആയത്ത് ഞാൻ ഇന്ന് രാവിലെ ആലോചിച്ചപ്പോൾ എനിക്ക് എടക്കര ചന്തയാണ് ഓർമ്മ വന്നത്. കേരളത്തിന് അറിയപ്പെട്ട ഒരു ചന്തൻ്റെ നാട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത്. വലിയ പാടുണ്ടായില്ല. അതായത് ഉളഹിയത്തിന് ചന്തക്ക് പോകും. ബാപ്പ പോവും, ഞാൻ ബാപ്പാൻ്റെ കൂടെ ഞാൻ പോയിട്ടുണ്ട്. പിന്നെ കുട്ടിക്കാലത്തൊക്കെ ചില ആടിനെയും കന്നിനെയൊക്കെ വിൽക്കാൻ വേണ്ടി പോയിരുന്നു. പിന്നീട് അടുത്ത കാലത്തെ ഓർമ്മ, ബാപ്പാൻ്റെ കൂടെ ചന്തക്ക് പോയിട്ടുണ്ട് ഉളഹിയത്തിന് മൃഗം എടുക്കാൻ വേണ്ടി. നിങ്ങളൊക്കെ പോയിട്ടുണ്ടോ? ചന്തക്ക് പോയി കഴിഞ്ഞാൽ അപ്പോൾ വിൽപ്പനക്കാരനാണ് വാങ്ങുന്ന ആൾ. വിൽപ്പനക്കാരൻ വാങ്ങുന്ന ആളാണ് പൈസ കൊടുത്ത് ഉരുവിനെ തിരഞ്ഞെടുക്കുക. മറ്റേ ആളാരാ? വിൽപ്പനക്കാരൻ. വാങ്ങുന്നവനാര്? വാങ്ങുന്നവനാര്? കച്ചവടക്കാരൻ. കച്ചവടം ചെയ്ത് വാങ്ങാൻ വേണ്ടി വന്നത് എന്നെ ഈ വ്യക്തി, കൊടുക്കുന്നത് മറ്റേ വ്യക്തി. അങ്ങനെ തന്നെയല്ലേ? അപ്പോൾ നമ്മൾ കൊടുക്കുക, അല്ലാഹു തആല വാങ്ങുക. ദുനിയാവെന്ന ചന്തയിലാണ് വാങ്ങുന്നത്. അങ്ങനെ വാങ്ങുമ്പോൾ ഈ കച്ചവടക്കാരനൊരു അർഹതല്ലേ? എന്ത്? ഓ ഇറങ്ങി ഇങ്ങനെ ഒന്നാണ് നോക്കും. ചന്തൻ്റെ പടിക്കുള്ള പോത്തിന് പൈസ കൊടുത്ത് അന്തള്ളം പോരുമോ? എടക്കര ചന്തയിൽ പോയി ഓട്ടോറിക്ഷക്ക് ഇറങ്ങിയപ്പോൾ ഒരു പോത്തിനെ കണ്ടു. എത്ര? 60,000. അതാ പിടിച്ച 60,000. യാള മനസ്സിലാം. ഓനെന്താ പറയാ? ഓനെ പറ്റി നമ്മളെന്താ പറയാ? ഓനെ 2 പേര് ലൂസാ. സാധനം കാണുമ്പോഴത്തിന് വാങ്ങിപ്പോരുന്ന ആൾക്ക് ലൂസില്ലേ? ഇവിടെ സാധനം വാങ്ങാൻ വന്ന ആളാരാ? പഠിച്ചോനെ, ഇവരോട് പറഞ്ഞ് ഞാൻ പെട്ടുപോയല്ലോ. ഇത് സാധനം വാങ്ങാൻ വന്ന ആളാരാ? അല്ലാഹു. ദുനിയാവെന്ന ചന്തേന്ന് സാധനം വാങ്ങാണ്, നമ്മൾ വിൽക്കണം. അല്ലെ? അങ്ങനെ തന്നെയല്ലേ? ശരി. അപ്പൊ ഒന്ന് എന്ത് ചെയ്യും? അങ്ങനെ നോക്കും. പറ്റിയതല്ലേ എടുക്കുള്ളൂ. അള്ളാഹ്ക്ക് വിൽക്കാൻ മാത്രം ഇജ്ജുണ്ടോ? ബാക്കി അടുത്ത ആഴ്ച അൽ ഫാത്തിഹ. അതാ ഒരാഴ്ച ആലോചിച്ച്, അള്ളാഹ്ക്ക് വിൽക്കാൻ മാത്രം ഇജ്ജുണ്ടടാ, റഹ്മത്തുള്ള ഉണ്ടടാ. അള്ളാഹ്ക്ക് വിൽക്കാൻ മാത്രം റഹ്മത്തുള്ള ഉണ്ടോ? കയറിയാന്നല്ലാതെ അള്ളാഹ്ക്ക് വിൽക്കാൻ മാത്രം റഹ്മത്തുള്ള നഫ്സ് അള്ളാഹു തആല കൊടുത്താൽ എന്തതിൻ്റെ അവസ്ഥ? കൈയൊടിഞ്ഞു, കാലൊടിഞ്ഞു, ചെവി ഒടിഞ്ഞു, ഹൃദയം ഒടിഞ്ഞു. ഈ ജാതി സാധനം അള്ളാഹ് വാങ്ങോ? ഇതൊക്കെ വിചാരിച്ചപ്പോൾ സ്വർഗം കിട്ടുന്നല്ലേ? കച്ചവടക്കാരനാരാ? നമുക്ക് നാവറിഞ്ഞോ? തെരഞ്ഞെടുപ്പ് ജയിച്ചല്ല, മുദ്രാവാക്യങ്ങളൊന്നും അല്ലല്ലോ പറയുന്നത്. നിങ്ങളൊക്കെ 24 നാവല്ലായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ജയിച്ചപ്പോൾ. എവിടെ നിങ്ങൾ നാവറിഞ്ഞോ? പറയും മനുഷ്യന്മാരെ, പറഞ്ഞാൽ മുന്നിലിരിക്കണ ചീത്ത അറിയുന്ന മൂല്യരാണിത്. ആണ് സൗകര്യം ഉണ്ടെങ്കിൽ വന്നാൽ മതി. എനിക്ക് സൗകര്യം ഉണ്ടാവുന്ന ആരും ഞാൻ നിർബന്ധിച്ച് വിളിക്കില്ല. ഞാൻ ഒന്നാമത്തെ കുറ്റവാളി ഞാൻ തന്നെയാണ്. അള്ളാഹ്ക്ക് വിൽക്കാൻ മാത്രം റഹ്മത്തുള്ളണ്ടോ? അള്ളാഹു തആല നോക്കിയാൽ എൻ്റെ ഉളുഹിയത്ത് ഉരു കൊടുക്കാൻ വന്നോ ചെവി ഒടിഞ്ഞെടുക്കുമോ? എൻ്റെ ചെവി ഒടിഞ്ഞല്ലേ? എൻ്റെ കണ്ണ് പൊട്ടിയല്ലേ? അല്ലേ? ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും അഅ്യുൻ ലാ യുബ്സിറൂന ബിഹാ വലഹും ആദാനും. എനിക്ക് കണ്ണുണ്ടെങ്കിൽ, എനിക്ക് മൂക്കുണ്ടെങ്കിൽ, എനിക്ക് ചെവി ഉണ്ടെങ്കിൽ എന്നിട്ട് അന്നെ പഠിച്ചെടുക്കുക. ഇന്ന് നമുക്ക് പഠിച്ചോനെ ഇങ്ങനെ വിറ്റിട്ട് നമുക്ക് അവിടുന്ന് സ്വർഗം വാങ്ങാൻ
എത്ര വലിപ്പമുണ്ടല്ലോ. അള്ളാഹ്ക്ക് വിൽക്കാൻ മാത്രം എൻ്റെ നെഫ്സ് ഉണ്ടോ? എൻ്റെ നെഫ്സ് അള്ളാഹ്ക്ക് വിൽക്കാൻ മാത്രം ഉണ്ട് എന്ന് ഒരുത്തനും പറയാൻ ആണുണ്ടെങ്കിൽ കയ്യൊന്നിരിക്കും. എന്നാൽ ഓന് വേണ്ടി ഓൻ്റെ ബുദ്ധി നേരെയാക്കാൻ വേണ്ടി നമുക്കൊരു യാസീൻ കൊണ്ട് ദ്വാരക്കാം. വലിയ പൂലാമാരായി നടക്കുക. അള്ള വാങ്ങാൻ വന്നതാ, നമ്മൾ വിൽക്കണം. നമ്മളെ ചെവി ഒടിഞ്ഞതാ, നമ്മളെ കണ്ണ് കാണൂല, നമ്മളെ മൂക്കിന് വാസന കിട്ടൂല, നമ്മൾ നാവിക്കാലം വരെ ഹക്ക് പറഞ്ഞിട്ടില്ല, വളഞ്ഞു കിടക്കുക. എന്നിട്ട് ഇതൊക്കെ വാങ്ങിപ്പോകുക. അള്ളാഹു അരപ്പിന് ലൂസുള്ള വാങ്ങൂല. നമ്മൾ പറഞ്ഞേ മനസ്സിലായോ? തന്നെ ആയത്ത് മേനൊക്കെ ആലോചിക്കണം. അതിങ്ങനെ പരിഭാഷ അങ്ങനെ വായിച്ചിട്ട് അങ്ങനെ പോകരുത്. പരിഭാഷക്കാർക്ക് അന്തല്ലാത്തോണ്ടാ പരിഭാഷ ചെയ്ത്. ഖുർആൻ പരിഭാഷ ചെയ്താൻ കഴിയില്ല. നിങ്ങൾക്ക് അന്തല്ലായിരുന്നു, എനിക്ക് തീരെ അന്തല്ലായിരുന്നു. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. തലക്ക് കൊടുക്കുക. ഒരാഴ്ച ആലോചിച്ചാളി, നമ്മളെ നഫ്സ് അള്ളാഹ്ക്ക് വാങ്ങാൻ മാത്രം ഉണ്ടോ? ബാക്കി അടുത്ത ക്ലാസ്. അൽ ഫാത്തിഹ.